മൂവാറ്റുപുഴ കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഒക്കെ തള്ളിയതാണ്. ഈ ആവശ്യവുമായി ഒരു റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഹർജിക്കാർ എത്തുകയായിരുന്നു. അതിപ്പോൾ ആ ആവശ്യം അംഗീകരിക്കുന്നില്ല കോടതി. നേരത്തെ മൂവാറ്റുപുഴ കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഒക്കെ സ്വീകരിച്ച നിലപാട് തന്നെ ഹൈക്കോടതിയും സ്വീകരിക്കുന്നു. വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് എക്സാലോജി കമ്പനി CMRൽ നിന്ന് മാസപ്പടി വാങ്ങിയത്, കൈപ്പറ്റിയത് എന്ന ആരോപണം ഈ ഹർജിയിൽ ഉയർത്തിയിരുന്നു. ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം, മുഖ്യമന്ത്രിയുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു ഹർജിക്കാർ ഉയർത്തിയിരുന്നതെങ്കിൽ അത് കോടതി അംഗീകരിക്കുന്നില്ല. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഇനി ഹർജിക്കാർ അപ്പീലുമായി പോകുമോ, മാത്യു കുഴൽനാടൻ അപ്പീലുമായി പോകുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക്, വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ച വിവാദം, അതിൻ്റെ ഒരു ഘട്ടത്തിൽ നടക്കുന്ന നിയമ പോരാട്ടം, അതിനൊക്കെ ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി ആ കേസുമായി ബന്ധപ്പെട്ട്, ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം ഇല്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം, CPIMനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസകരമായ തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇനി നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വീണ്ടും ഒരു നിയമ പോരാട്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇതിൽ 2 ഹർജിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഈ വിചാരണ കാലയളവിൽ മരണപ്പെടുന്നു, മറ്റൊന്ന് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്, സഭയിലടക്കം. ഇനി ഇങ്ങനെ ഈ വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി തള്ളുന്ന പശ്ചാത്തലത്തിൽ അപ്പീലുമായി പോകാൻ തന്നെയല്ലേ സാധ്യത, ശ്രീകാന്ത്? റിജിത്ത്, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും, ഈ ഹർജിയിൽ വാദം നടക്കുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലായ കാര്യം ഈ ഹർജി തള്ളും എന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ ബുള്ളറ്റിനിലടക്കം നമ്മൾ അതിൻ്റെ പരോക്ഷ സൂചനയും നൽകിയിരുന്നു. ആ ഹർജിയിൽ ആ വാദം കേട്ട സമയത്ത് തന്നെ നമുക്കതിൻ്റെ ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. കാരണം ഇതിലേക്ക് തക്കതായ തെളിവുകൾ കോടതി മുൻപാകെ എത്തിക്കുക, ആരോപണങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തുലോം തുച്ഛമായിരുന്നു. അത്ര ബലമുള്ള വാദങ്ങൾ, ശക്തമായ വാദങ്ങൾ കോടതി മുൻപാകെ എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ഘട്ടത്തിൽ, ചില ഘട്ടങ്ങളിലൊക്കെ അത് തോന്നുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഈ ഹർജിയിൽ എന്തെങ്കിലും ശക്തമായ നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് കരുതിയതുമില്ല. ഏറെക്കുറെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി അവർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം അപ്പീലുമായി പോവുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്, വ്യക്തമാക്കേണ്ടത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം വൈകാതെ തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മാസപ്പടി വിഷയം സംബന്ധിച്ചുള്ള ഹർജിയിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് തിരിച്ചടി, അത് 2 കോടതികളിൽ നിന്നും, വിജിലൻസ് കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നു, ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി അദ്ദേഹത്തിനുള്ള പോംവഴി ഇതിനെതിരെ അപ്പീൽ അടക്കമുള്ള നടപടികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോഴും റീജിത്ത്, ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മകളുടെ സ്ഥാപനത്തിനെതിരെയും SFIO അന്വേഷണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട് കൂടി ഈ SFIO സമർപ്പിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തൽക്കാലം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും ഒഴിവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ മാസപ്പടി കേസിൽ SFIO അന്വേഷണവും അതോടൊപ്പം ED രജിസ്റ്റർ ചെയ്ത കേസിലുള്ള അന്വേഷണവും സജീവമായി നിലവിലുണ്ട്. വിജിലൻസ് കേസിൽ തൽക്കാലം ഒഴിവായി, വിജിലൻസ് എത്തില്ല. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ ഹർജി തള്ളിയിരിക്കുന്നു. വിജിലൻസ് അന്വേഷണമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് മെറിറ്റിലേക്ക് കടന്നു കയറി കീഴ്ക്കോടതി, വിജിലൻസ് കോടതി ഒരു പരാമർശം നടത്തിയത് പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒഴിവാക്കിയിരിക്കുന്നു. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് കോടതിക്ക് തോന്നി. അതിനാൽ അത് മാറ്റി. പക്ഷേ ഹർജി തള്ളി. ഇതാണ് നടന്നത്.